ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ കപ്പ എടുത്ത് അതിന് തൊലി പൊളിച്ച് അത് ഒന്ന് കൊത്തിയെടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ 1 കിലോ കപ്പ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വേകുന്ന സമയത്ത് ഈ കപ്പ ബിരിയാണിക്ക് വേണ്ടിയുള്ള ബീഫും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ബീഫ് കുക്കറിലാണ് വേവിക്കുന്നത്. ഇത് അല്പം എല്ലോട് കൂടിയുള്ള ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ബീഫാണ് ഞാനിവിടെ ഇതിന് വേണ്ടി എടുക്കുന്നത്. ഇതിൽ കുറച്ച് ബീഫിൻ്റെ അളവ് കൂട്ടണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ബീഫിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ പിരിമുളകിൻ്റെ പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് കൈകൊണ്ടൊന്ന് തിരുമ്മി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസിൽ വെച്ചിട്ട് ഞാൻ ഇതിലൊട്ടും വെള്ളം ഒഴിക്കുന്നില്ല. ഗ്യാസിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി കുക്കർ അടച്ച് ഇതിൻ്റെ സ്റ്റീം വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നേരത്തെ വേഗം വെച്ചിരുന്ന കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഒന്ന് ഊറ്റിയെടുക്കണം. അത് ഊറ്റിയെടുത്തിട്ട് ഒരു തവി ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചും കൂടി എടുക്കണം. നന്നായിട്ട് ഉടച്ചതിന് ശേഷമാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി അതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ബീഫുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇപ്പോൾ ഇവിടെ ബീഫും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട്, പക്ഷേ ഞാൻ ആ വെള്ളം വറ്റിക്കുന്നൊന്നുമില്ല. ഇനി കപ്പ ബിരിയാണി എങ്ങനെയാണ് മിക്സ് ചെയ്ത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അത് മൂത്ത് വരുന്നുണ്ട്. അതിലോട്ട് ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ബീഫ് വേവിച്ചപ്പോഴും അതുപോലെ തന്നെ കപ്പ വേവിക്കാൻ നേരം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കാവുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടുത്തായിട്ട് ഇനി ഇതിലോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാലയാണ് ചേർക്കുന്നത്. ഞാൻ നേരത്തെ ബീഫ് വേവിക്കാൻ നേരം ഗരം മസാല ചേർത്തിട്ടില്ലായിരുന്നു. ഈ മസാലയിലോട്ടാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സവാള ഒരുവിധം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്നൊന്ന് എണ്ണ തെളിയുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു പകുതി തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലോട്ട് ഇനി നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫിലെ വെള്ളവും കൂടെ ഇതിലോട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട്. വെള്ളം തീരെ കുറവാണെങ്കിൽ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ മുമ്പ് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം.
ഞാനിവിടെ 1 കിലോ കപ്പയ്ക്ക് 1/2 കിലോ ബീഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ബീഫിൻ്റെ അളവ് ഇതിലും കൂട്ടാവുന്നതാണ്. 3/4 കിലോ വരെ വേണമെങ്കിൽ ബീഫ് ചേർത്ത് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കണ്ട കപ്പ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് അതിലോട്ട് നല്ല ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കും ആ കപ്പയിലോട്ട്, ആ ബീഫിൻ്റെ. ഇതിപ്പം തീ ഓഫാക്കിയിട്ട് ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഇനി ഇതിനകത്ത് എരിവിൻ്റെ അളവ് കൂട്ടണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്രിസ്മസ് പോലുള്ള അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.